നമ്മൾ ഇന്നൊരു യാത്ര പോവാണ്ട. യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലമുള്ള മോഹമായിരുന്നു നമ്മുടെ ടീമായിട്ട് ഒരു യാത്ര പോകണമെന്നുള്ളത്. നമ്മളൊരു 5 പേരും പിന്നെ ഒരാൾ ആലപ്പുഴയിൽ നിന്ന് ജോയിൻ ചെയ്തു. അപ്പം നമ്മൾ നേരെ പോകുന്നത് കുമരകത്തേക്കാണ്. ചെമ്പിലേക്ക് നമ്മളങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു സ്പോട്ട് തപ്പി നടക്കാണ്ട്. എന്നാലും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഒരു 1 മണി 2 മണി അടുത്ത് ആവാറായി. അപ്പോൾ ഷാപ്പിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുമെന്നുള്ള ഒരു മൂഡായതുകൊണ്ട് നമ്മൾ നേരെ ഒരു ഷാപ്പ് വെച്ച് പിടിക്കാണ്ട. ഇവിടെ നിന്നാണ് വൈക്കത്തെ ഉത്സവത്തിന് ഉദയനാപുരത്തപ്പൻ്റെ വൈക്കത്തായി കഴിക്കാനായിട്ട് നമ്മളെ വണ്ടി വളച്ചെങ്കിലും ആ ഒരു ഷാപ്പ് അത്രക്ക് വൈബ് ഫീൽ ചെയ്തില്ല. അപ്പം നമ്മൾ തൊട്ടടുത്ത് മറ്റൊരു ഷാപ്പുണ്ട്, ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറം. അപ്പം അവിടേക്ക് വിടുക കേട്ടോ. നമ്മളങ്ങനെ ഇത്തിപ്പുഴ ഷാപ്പിലേക്കാണ്ട കയറുന്നത്. നല്ല മീനിന്റെ സ്മെല്ല്. ഷാപ്പാണെങ്കിൽ നമ്മുടെ പ്രധാന ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടില്ല മീൻ കഴിക്കുക എന്നുള്ളതാണ്. കയറി ചെന്നപ്പോൾ തന്നെ നമ്മളെ ചാള വെച്ച് പൊരിച്ചലക്കണം അവരങ്ങോട്ട്. പിന്നെ ആണെങ്കിൽ കാര്യം ഉണ്ടായിട്ടാ, കാര്യം കഴിക്കണം. കാര്യം ഇന്ന് ഒരു ലൈഫിൽ കഴിച്ചിട്ടില്ല. പിന്നെ ആണെങ്കിൽ നല്ല പിലോപ്പി ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ഐറ്റങ്ങളുണ്ടാട്ടാ. എനിക്ക് തോന്നിയൊരു കേസ് വെച്ചിട്ടുണ്ടെങ്കിലേ അവർ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലവും നമ്മൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നുണ്ടോ. അങ്ങനെ നല്ല തുമ്പപ്പൂ പോയിരിക്കണ ചോറ് വന്നിട്ടാ. ചോറും സൈഡ് കറികളും പപ്പടവും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടില്ലേ വേറൊരു മൂടാണ്. നല്ല ആവി പറക്കണ ചോറ് വരുന്ന അതും വേറൊരു സംഭവം. പിന്നെ ഒരു മീൻ പീര് വാങ്ങിട്ടാ. മീൻ പീര് എനിക്ക് അത്ര സുഖം കിട്ടുന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ സൂപ്പർ. പിന്നെ ആണെങ്കിൽ പിലോപ്പി ഉണ്ടായിരുന്നു. പിലോപ്പിയും കൊള്ളായിരുന്നുണ്ടാ. കൊള്ളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് സാധനമാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടാ. ചാള നല്ല ലൈവായിട്ട് പൊരിച്ചതിനോണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചാളക്ക്. ചാള പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. പിലോപ്പിയൊക്കെ അത്യാവശ്യം നല്ല സൈസാണ് കേട്ടാ. സൈസ് മാത്രമല്ല പിന്നെ ആ ഒരു ഫ്രഷ് മീനിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് ആണ് കേട്ടാ. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പം ആദ്യമേ പറയട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമുണ്ടോ. പിന്നെ കള്ള് വെളുത്ത പാനീയമുണ്ട്, കള്ള് നമുക്ക് ഇഷ്ടമായുണ്ട്. ഓരോ ഔൺസ് സേവിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ സീൻ കാണുമ്പോൾ ഓർമ്മ വന്നതേ, പണ്ട് ഓണത്തിന് വിഷുവിനൊക്കെ കാരണന്മാർക്ക് നമ്മൾ ഒരു വീത് വെക്കുമല്ല. ആ ഒരു വീത് വെക്കുമ്പോൾ കള്ള് നമ്മുടെ ചോറിൻ്റെ ഇലയിട്ടിട്ട് സദ്യ ആകുമ്പോൾ ആ ഒരു സൈഡിൽ അവർക്ക് വേണ്ടി മാറ്റി വെക്കില്ല. ആ ഒരു ഫീലാണ്ട്, ആ ഒരു മെമ്മറി ആണ്ട് എനിക്ക് പെട്ടെന്ന് ചോറിനൊപ്പം ഈ ഒരു കള്ള് കണ്ടപ്പോൾ തോന്നിയത്. എനിക്ക് നല്ല രീതിയിൽ വിശപ്പ് മാറി. അതുപോലെ തന്നെ ആ ഭക്ഷണം ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് ആ മീൻകറിയൊക്കെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടായിട്ട്. ഇനി അങ്ങനെ നേരെ കുമരകത്തേക്ക് വിട്ടുപിടിക്കേണ്ട. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന പറഞ്ഞ ആൾ ഇവിടെ വരാന്നുണ്ട് പറഞ്ഞേക്കണം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല അടിപൊളി കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത്. ഇത് കെട്ടണോ പാടോ? എന്ത് ഹെവി പാടോണത് എന്റെ അമ്മ. ഞങ്ങളോടൊന്നും കയറട്ടെ, ഇത്രയും വെള്ളം കയറൂല. ഇവിടെ താജ്, കുമരകം താജ്, 33,000 ദിവസം. ഇവിടെ നിറച്ച് ഷാപ്പുകളാണ്. ഇവിടുത്തെ കറികൾ ടേസ്റ്റ് നല്ല സൂപ്പറാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ ഈ കാണുന്ന ബാറുകളും ഷാപ്പുകളും മാത്രം ഉണ്ടാവും. ഇതാണ് അടുത്തത് ആശീർവാദ് പാർക്ക് റിസോർട്ട്. ഇത് തന്നെ നമ്മുടെ ഇതാണ്ട നമ്മുടെ പരിപാടി. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ ഇതാണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട ഒരു ഏരിയ കേട്ടോ. അപ്പം എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ എന്നൊക്കെ നോക്കാം നമുക്ക്. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പൂൾ സന്ദർശനം ഉണ്ട്. ആ പൂൾ എങ്ങനെ ഉണ്ടാവും, പൂളിലെ വൈബ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. ഒന്ന് എൻജോയ് ചെയ്ത് ഇല്ലടിക്കാനായിട്ട്. ഇവിടെ അധികം പേരില്ല എന്നുകൊണ്ട, എന്തായാലും അടിപൊളിയാണ്. പൂള് കണ്ടപ്പോൾ പൂള് ചെറുതാണെന്നൊരു തോന്നൽ മനസ്സിലുണ്ടായെങ്കിലും ഞങ്ങളിവിടെ അർമ്മതിച്ചിട്ടാണ്. അങ്ങനെ പൂളിലെ കുളിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുമരകത്തിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് തിരിയാൻ കേട്ടോ. കുമരകം ബസ് സ്റ്റാൻഡിലാണ്ടോ ഒരു കനാലും സംഭവം ഉണ്ടോ, നല്ല ബോട്ടും അതൊക്കെ പോകണം. അങ്ങനെ ആലപ്പുഴയുടെ കുമരകത്തിൻ്റെ മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നേറും. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ നേരെ മലരിക്കൽ ഇട്ടിട്ടാ. ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവരിലേക്ക് കാണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ ബൈ.